ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരള PSCയിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഓപ്ഷൻ എ കോവളം ബീച്ച്, ഓപ്ഷൻ ബി വർക്കല ബീച്ച്, ഓപ്ഷൻ സി മുഴപ്പിലങ്ങാട് ബീച്ച്, ഓപ്ഷൻ ഡി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. ആൻസർ ഓപ്ഷൻ ഡി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഈജിപ്ത്, ഓപ്ഷൻ ഡി ഇറാൻ. ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഓപ്ഷൻ എ മാൾവ പീഠഭൂമി, ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി വിന്ധ്യ പീഠഭൂമി, ഓപ്ഷൻ ഡി ബേരുൾ പീഠഭൂമി. ആൻസർ ബി ഡക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഓപ്ഷൻ എ ഡാർജിലിംഗ്, ഓപ്ഷൻ ബി കൊടൈക്കനാൽ, ഓപ്ഷൻ സി മുസോറി, ഓപ്ഷൻ ഡി നീലഗിരി. ആൻസർ ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദീക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദീക്കരയിലാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ആൻസർ ഓപ്ഷൻ സി സിന്ധു ആണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഓപ്ഷൻ എ അറബി, ഓപ്ഷൻ ബി ലാറ്റിൻ, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി സംസ്കൃതം. ആൻസർ ഓപ്ഷൻ എ അറബിയാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ എ കാട്ടുകഴുത, ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഓപ്ഷൻ സി ഹിപ്പോപ്പൊട്ടാമസ്, ഓപ്ഷൻ ഡി സിംഹം. ആൻസർ ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം. ഓപ്ഷൻ എ മാനസ് ദേശീയ ഉദ്യാനം, ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം, ഓപ്ഷൻ സി ജലദപ്പാറ ദേശീയ ഉദ്യാനം, ഓപ്ഷൻ ഡി ഡച്ചിങ് നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻ എ 1858, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1860, ഓപ്ഷൻ ഡി 1857. ആൻസർ ഓപ്ഷൻ എ 1858. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്, ഓപ്ഷൻ ബി കോൺവാലിസ്, ഓപ്ഷൻ സി വില്യം ബെന്റിക്ട്, ഓപ്ഷൻ ഡി ഡൽഹൌസി. ആൻസർ ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ എ 1814, ഓപ്ഷൻ ബി 1815, ഓപ്ഷൻ സി 1816, ഓപ്ഷൻ ഡി 1817. ആൻസർ ഓപ്ഷൻ ബി 1815. അടുത്ത ക്വസ്റ്റ്യൻ: പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി കെ കേളപ്പൻ,
ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഓപ്ഷൻ എ ബർദോളി സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഗേഡ സത്യാഗ്രഹം, ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ എ ഗ്യാനി സെൽ സിംഗ്, ഓപ്ഷൻ ബി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി വി വി ഗിരി. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ വ്യക്തി. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി നീലം സഞ്ജീവ് റെഡ്ഡി, ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ഡി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഓപ്ഷൻ എ 21-ാം ഭേദഗതി, ഓപ്ഷൻ ബി 24-ാം ഭേദഗതി, ഓപ്ഷൻ സി 26-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 27-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി 24-ാം ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 350, ഓപ്ഷൻ ബി 359, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 360. ആൻസർ ഓപ്ഷൻ ബി 359 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1996. ആൻസർ ഓപ്ഷൻ ബി 1993 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഒന്നുകൂടി പറയാം. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി നിയമസഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി ഗവർണർ. ആൻസർ ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ഓപ്ഷൻ എ RK മാത്തൂർ, ഓപ്ഷൻ ബി സൂരജ് ബാൻ, ഓപ്ഷൻ സി രാംദാൻ, ഓപ്ഷൻ ഡി അലോക് റാവത്ത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷാംഗം ഓപ്ഷൻ ഡി അലോക് റാവത്ത് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ എ 1.28, ഓപ്ഷൻ ബി 2.18, ഓപ്ഷൻ സി 1.18, ഓപ്ഷൻ ഡി 1.38. ആൻസർ ഓപ്ഷൻ സി 1.18 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി മടിക്കൈ, ഓപ്ഷൻ സി പുനലൂർ, ഓപ്ഷൻ ഡി നെയ്യാർ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഓപ്ഷൻ എ മഞ്ചേശ്വരമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പെഡോളജി, ഓപ്ഷൻ ബി മെട്രോളജി, ഓപ്ഷൻ സി ഡെർമറ്റോളജി, ഓപ്ഷൻ ഡി പീഡിയോളജി. ആൻസർ ഓപ്ഷൻ എ പെഡോളജി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തനിമ കൃതിക എന്ന പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? ഒന്നും കൂടി വായിക്കാം. തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? ഓപ്ഷൻ എ വിനോദസഞ്ചാരം, ഓപ്ഷൻ ബി കൈത്തറി, ഓപ്ഷൻ സി ഫിഷറീസ്, ഓപ്ഷൻ ഡി ആരോഗ്യം. ആൻസർ ഓപ്ഷൻ ബി കൈത്തറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്തോ നോർവേജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏത്? ഓപ്ഷൻ എ വിഴിഞ്ഞം, ഓപ്ഷൻ ബി അഞ്ചുതെങ്ങ്, ഓപ്ഷൻ സി നീണ്ടകര, ഓപ്ഷൻ ഡി അഴീക്കൽ. ഇന്തോ നോർവേജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നീണ്ടകരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഓപ്ഷൻ എ ചീമേനി, ഓപ്ഷൻ ബി ബ്രഹ്മപുരം, ഓപ്ഷൻ സി കായംകുളം, ഓപ്ഷൻ ഡി നല്ലളം. ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി വാളയാർ, ഓപ്ഷൻ സി കുണ്ടറ, ഓപ്ഷൻ ഡി ചവറ. ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ നിലമ്പൂരാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി ചിന്മയാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആർ ബാലകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി അക്കാമച്ചെറിയാൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ ബി അക്കാമച്ചെറിയനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻ എ വി കുട്ടുമാളു അമ്മ, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി ആനി മസ്ക്രീൻ, ഓപ്ഷൻ ഡി അക്കാമച്ചെറിയാൻ. ആൻസർ ഓപ്ഷൻ ഡി അക്കാമച്ചെറിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെ? ഒരിക്കൽ കൂടി വായിക്കാം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെ? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പുന്നപ്ര, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരും ഒത്ത് തേരിന്റെ വടം പിടിച്ച പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരും ഒത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ സി തൈക്കാട്ട അയ്യഗുരു, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി തളിപ്പറമ്പ്, ഓപ്ഷൻ സി പാനൂർ, ഓപ്ഷൻ ഡി തലശ്ശേരി. ആൻസർ ഓപ്ഷൻ ഡി തലശ്ശേരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഓപ്ഷൻ എ 1795,
ഓപ്ഷൻ ബി 1796, ഓപ്ഷൻ സി 1797, ഓപ്ഷൻ ഡി 1798. ആൻസർ ഓപ്ഷൻ സി 1797 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിന്റെ വ്യാപാരിക്ക് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബന്ധപ്പെട്ട ഉണ്ടായ കലാപം. ഒരിക്കൽ കൂടി വയ്ക്കാം. കുരുമുളകിന്റെ വ്യാപാരം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിന്റെ വ്യാപാരം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി പൂക്കോട്ടൂർ കലാപം, ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാള പുരളിമല. ഓപ്ഷൻ എ കയ്യൂർ സമരം, ഓപ്ഷൻ ബി മലബാർ ലഹള, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ആൻസർ ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഓപ്ഷൻ എ 1931, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1933. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം അത് 1930. ഓപ്ഷൻ സി ആണ് ആൻസർ. മനുഷ്യർ രൂപം കൊള്ളുന്ന സ്ഥിരതന്ത്രങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 34, ഓപ്ഷൻ ഡി 36. ആൻസർ ഓപ്ഷൻ ബി 32 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി കരൾ. ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെട്ടത് എവിടെ നിന്നാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ആമാശയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി തൈറോയിഡ്. ആൻസർ ഓപ്ഷൻ സി കരളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ ബി സെറിബ്രം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി തലാമസ്. ആൻസർ ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി സെറിബ്രം, ഓപ്ഷൻ ഡി സെറിബലം. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി സെറിബലമാണ്. പേശികളെ കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ എ ഓസ്റ്റിയോളജി, ഓപ്ഷൻ ബി മയോളജി, ഓപ്ഷൻ സി നെഫ്രോളജി, ഓപ്ഷൻ ഡി ഫ്രനോളജി. അപ്പോൾ പേശികളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി മയോളജിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ എ, ഓപ്ഷൻ സി വിറ്റാമിൻ ഇ, ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത്. ഓപ്ഷൻ എ ബയോട്ടിൻ, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി തയാമിൻ, ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി ഓസോൺ നാശനം, ഓപ്ഷൻ സി ആഗോളതാപനം, ഓപ്ഷൻ ഡി ഹരിതഗൃഹ പ്രഭാവം. അതിന്റെ ആൻസർ ഓപ്ഷൻ എ DDT ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ. ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി പ്രോട്ടോൺ, ഓപ്ഷൻ ഡി പോസിട്രോൺ. ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ്.
അപ്പോൾ ഇന്നത്തേക്ക് ഉള്ള ക്വസ്റ്റ്യൻ ഇത്രയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ബൈ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.